ഇനി തെരഞ്ഞെടുപ്പ് ഗോത അരയും തലയും ഉറുക്കി മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളവും നീങ്ങുന്നു. ശബരിമല വിധിക്ക് ശേഷം നവോത്ഥാന മൂല്യ സംരക്ഷണം ഉയർത്തി കൈക്കൊണ്ട ഉറച്ച നിലപാടും നവോത്ഥാനം മതിലുമൊക്കെ പിന്നോക്ക ദളിത് പിന്തുണ ഉറപ്പിച്ചു നിർത്താനായി എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. ശബരിമലയിലെ സവർണ കഥകൾ പറഞ്ഞ് ഈഴവരിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക കൂടി ചെയ്തതോടെ തന്ത്രങ്ങൾ ഏറ്റു എന്ന ആത്മവിശ്വാസവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുണച്ച മതന്യൂനപക്ഷത്തെ കൂടെ നിർത്തുകയും പരമ്പരാഗത വോട്ട് ചോരാതെ കാക്കുകയുമാണ് ലക്ഷ്യം. കാലാകാലങ്ങളായി ആശയങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് അകന്നു കഴിയുന്നവരെ തിരികെ എത്തിക്കാൻ ശബരിമല കാരണമായി എന്നും CPM കണക്കാക്കുന്നു. സർക്കാരിനോട് ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന RSS നിലപാട് മധ്യ തിരുവിതാംകൂറിൽ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലാണ് UDFും BJPക്കും. വിശ്വാസികളുടെ വികാരം എന്ന തുറുപ്പുചീട്ട് മതന്യൂനപക്ഷങ്ങളിലും അനുകൂല ചലനമുണ്ടാക്കുമെന്ന പ്രതീക്ഷ UDFിലുമുണ്ട്. NSS നിലപാട് അനുകൂലമാകുമെന്ന് കരുതുന്ന BJPക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക സംവരണം പ്രഖ്യാപനത്തിലുമുണ്ട്. ശബരിമല വിശദീകരണ യോഗങ്ങൾ ബൂത്ത് തലത്തിൽ നടത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. വിഭാഗീയതയും കുറവ്. താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം നേരത്തെ ആരംഭിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചർച്ചയ്ക്കായി സംസ്ഥാന കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, നിയോജക മണ്ഡലം സെക്രട്ടറിമാർ എന്നിങ്ങനെയുൾപ്പെടെയുള്ള സംസ്ഥാനതല ശില്പശാല ഇന്ന് AKG സെന്ററിൽ നടത്തും. CPM മണ്ഡല കമ്മിറ്റി കേന്ദ്രീകരിച്ച് 14 ജില്ലകളിലും കുടുംബയോഗങ്ങളും പൂർത്തിയായി. 25,000-ഓളം വരുന്ന ബൂത്ത് കമ്മിറ്റികളിൽ 3/4 ഭാഗവും സജ്ജമാക്കി കോൺഗ്രസും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. KPCC ജനറൽ ബോഡിയും DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗവും നാളെയുണ്ട്. 29-ന് രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തുന്നതിന് മുൻപായി എല്ലാ ജില്ലകളിലും പ്രവർത്തകരെ പ്രവർത്തന സജ്ജമാക്കാനാണ് തീരുമാനം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കേരള യാത്ര ഫെബ്രുവരി 3-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. 4 ബൂത്തുകൾ കേന്ദ്രീകരിച്ച ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിൽ BJPയും താഴെത്തട്ടിൽ സജീവം. 15-ന് 3 പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് പ്രചാരണ തുടക്കമാക്കാനാണ് നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കാനിരിക്കെ വോട്ടർ പട്ടിക പരിശോധനകളിലാണിപ്പോൾ പ്രവർത്തകരെല്ലാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.